കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് നാളെ കൊട്ടിക്കലാശം. ജില്ലയിൽ പരസ്യ പ്രചാരണം അതിരുവിടാതിരിക്കാൻ കനത്ത ജാഗ്രതയിൽ പോലീസ്. പ്രചരണം കൊഴുപ്പിക്കാൻ നേതാക്കൾ രംഗത്ത്. വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണ ആരോപണത്തിൽ വ്യാപാരിക്കെതിരെയും കിറ്റ് ഓർഡർ ചെയ്ത ആൾക്കെതിരെ കേസെടുത്ത് പോലീസ്. ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് കേസെടുത്തത്. വീണ്ടും വിവാദ പ്രസ്താവനയുമായി ഗുരുവായൂർ നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. ഏങ്ങണ്ടിയൂരിലെ പ്രശസ്ത ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ തറവാട്ടിലേക്കുള്ള വഴിക്ക് ടിപ്പു സുൽത്താന്റെ പേര് നൽകിയത് അംഗീകരിക്കാനാവില്ലെന്ന് ഗോപാലകൃഷ്ണൻ. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ LDF ജില്ലാ കമ്മിറ്റി. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന BJPയെ അനുകൂലിക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PA ഫിറോസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ കോടികൾ കൈപ്പറ്റിയതായി PA ഫിറോസ്. ചാലക്കുടിയിൽ ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ആക്രമണത്തിൽ പാപ്പാന് പരിക്കേറ്റു. ശ്രീകോവിലിന്റെ മേൽക്കൂര തകർന്നു. വാർത്തയിലേക്ക് വിശദമായി. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് നാളെ കൊട്ടിക്കലാശം. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ജനം വ്യാഴാഴ്ച വിധിയെഴുതും. ജില്ലയിൽ പരസ്യ പ്രചാരണം അതിരുവിടാതിരിക്കാൻ കനത്ത ജാഗ്രതയിലാണ് പോലീസ്. പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിക്കാൻ ഒരു നാൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ടോപ്പ് ഗിയറിലാണ്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും പ്രചാരണം പൊടിപൊടിക്കുകയാണ്. CPM BJP ഡീൽ, കിറ്റ് വിവാദം, മുസ്ലിം നാമധാരി MLA വിവാദ പരാമർശം, കരുവന്നൂർ കള്ളപ്പണം ഇടപാട്, തൃശൂർ പൂരം കലക്കൽ തുടങ്ങിയവയായിരുന്നു പ്രചരണ വിഷയങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം ലഭിച്ച UDF ഇത്തവണ എത്ര സീറ്റ് പിടിച്ചെടുക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇടത് ഉരുക്കുകോട്ടകൾ ഇളകുമോ? ലോക്സഭാ മണ്ഡലത്തിലെ തൃശൂരിലെ തിളക്കം BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമോ? എല്ലാം കാത്തിരുന്നു കാണാം. വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണ ആരോപണത്തിൽ വ്യാപാരിക്കെതിരെ കേസെടുത്ത് വാടാനപ്പള്ളി പോലീസ്. കിറ്റ് വിതരണത്തിന് തയ്യാറാക്കിയ ഉടമയ്ക്കെതിരെയും കിറ്റിന് ഓർഡർ ചെയ്ത ആൾക്കെതിരെയുമാണ് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരം കേസെടുത്തത്. കഴിഞ്ഞ ദിവസം കിറ്റ് തയ്യാറാക്കിയ ചാമ്പ്യൻസ് ട്രേഡേഴ്സ് ഉടമ പ്രവീൺ ജിത്തിനെയും കിറ്റ് ഓർഡർ ചെയ്ത പ്രാദേശിക BJP പ്രവർത്തകൻ CP സതീഷ് എന്നയാളെയും കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാരിക്കും കിറ്റിന് ഓർഡർ ചെയ്ത BJP പ്രവർത്തകനെതിരെയും പോലീസ് കേസെടുത്തത്. ഇരുവരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. 72,542 രൂപയുടെ കിറ്റിനാണ് ഓർഡർ ചെയ്തിട്ടുള്ളതെന്നാണ് പ്രാഥമിക വിവരം. കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളിയിലെ ഹോൾസെയിൽ വിതരണ സ്ഥാപനത്തിൽ കിറ്റുകൾ ഓർഡർ ചെയ്യാനായി BJP നേതാവും ചലച്ചിത്ര താരവുമായ ദേവനും എത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചതോടെയാണ് സ്ഥലത്ത് സംഘർഷം ഉടലെടുത്തത്. TN പ്രതാപൻ തയ്യാറാക്കിയ നാടകമെന്നായിരുന്നു വിഷയത്തിൽ ദേവന്റെ പ്രതികരണം. TCV തൃപ്രയാർ. BJP തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനെ ചട്ടുകമാക്കി BJP നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ കേസെടുക്കുന്നില്ല. കമ്മീഷൻ BJPക്ക് കൂട്ടുനിൽക്കുകയാണ്. വാടാനപ്പള്ളിയിൽ CCTV ദൃശ്യങ്ങളിൽ കൃത്രിമത്വം കാണിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന BJPയുടെ പരാതി കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത് സ്വാഭാവിക നടപടികൾ മാത്രം. സംശയാസ്പദമായ സാഹചര്യത്തിൽ കിറ്റുകൾ കണ്ടെത്തുമ്പോൾ പോലീസിനെയും ഇലക്ഷൻ കമ്മീഷനെയും അറിയിക്കുന്നത് സ്വാഭാവികമാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു.
ടിപ്പു സുൽത്താനെതിരെ വിവാദ പ്രസ്താവനയുമായി ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും BJP നേതാവുമായ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. ഏങ്ങണ്ടിയൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലായിരുന്നു വിവാദ പരാമർശം. ഏങ്ങണ്ടിയൂരിലെ പ്രശസ്ത ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ തറവാട്ടിലേക്കുള്ള വഴിക്ക് ടിപ്പു സുൽത്താന്റെ പേര് നൽകിയത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു പരാമർശം. ടിപ്പു സുൽത്താൻ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അധിനിവേശക്കാരൻ മാത്രമാണെന്നും പ്രദേശവുമായി അദ്ദേഹത്തിന് മറ്റ് ബന്ധങ്ങളൊന്നുമില്ലെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങൾ തകർക്കുകയും നിരവധി ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ പൈതൃകവും കേരളത്തിന്റെ ചരിത്രവും രചിച്ച വേലായുധൻ പണിക്കശ്ശേരിയെ പോലുള്ള മഹാന്മാരുടെ ഓർമ്മകളാണ് നിലനിൽക്കേണ്ടതെന്നും ടിപ്പു സുൽത്താന്റെ പേര് അവിടെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ LDF. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന BJPയെ അനുകൂലിക്കുന്ന നിലപാടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റേതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ കുറ്റപ്പെടുത്തി. വാടാനപ്പള്ളി കിറ്റ് വിഷയത്തിലും ഗുരുവായൂർ NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശങ്ങളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ BJPയെ സഹായിക്കുന്നതാണെന്ന് CPS സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ആരോപിച്ചു. കിറ്റും മദ്യവും കള്ളപ്പണവും ഒഴുക്കുന്ന BJP സംസ്ഥാനത്ത് ഇതുവരെയില്ലാത്ത തെരഞ്ഞെടുപ്പ് സംസ്കാരത്തിലേക്കാണ് കേരളത്തെ എത്തിക്കുന്നത്. ഇതുവഴി ജനങ്ങളെ അപമാനിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ പരോക്ഷ സമ്മതം ഇതിന് പിന്നിലുണ്ട്. ഇതുകൊണ്ടൊന്നും തൃശൂർ ജില്ലയിൽ ഒരു സീറ്റും BJP നേടില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെയാകെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും LDF നേതാക്കൾ തൃശൂരിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ P. ബാലചന്ദ്രൻ MLA, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ എന്നിവരും പങ്കെടുത്തു. നാട്ടിക മണ്ഡലത്തിൽ NDA UDF മുന്നണികൾ നിരന്തരമായി തിരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണെന്ന് കാണിച്ച് LDF മണ്ഡലം കമ്മിറ്റി പരാതി നൽകി. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാക്കാതിരിക്കാനാണ് NDAയും UDFും വ്യക്തിഹത്യ നടത്തുന്നതെന്ന് പരാതിയിൽ പറയുന്നു. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി സൈബർ ഇടത്തിൽ ഉൾപ്പെടെ നിരന്തരം വ്യക്തിഹത്യ നടത്തുകയാണ്. സ്ഥാനാർത്ഥിയെയും കുടുംബത്തെയും വേട്ടയാടുന്ന നുണപ്രചാരണങ്ങൾക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ സഹിതം തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയിട്ടും കർശന നടപടികൾ വൈകുകയാണെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചില ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ബാധകമല്ല എന്ന് വരുന്നത്. അങ്ങനെ ഇലക്ഷൻ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിച്ചാൽ അവർ പേടിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവരെന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? മണ്ഡലത്തിൽ വ്യാപകമായി BJPയുടെ നേതൃത്വത്തിൽ പണം കൊടുത്തും വോട്ട് വാങ്ങാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. പലചരക്ക് കിറ്റുകൾ, മദ്യം, സാരികൾ, ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP വിതരണം ചെയ്യുന്നു. സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വ്യക്തിഹത്യ നടത്തുന്നതിന് പുറമെ മറ്റു മണ്ഡലങ്ങൾ നടക്കുന്ന പോലെയുള്ള വ്യാപകമായി വോട്ടർമാർക്കിടയിൽ പണം വിതരണം ചെയ്യുക, ഭക്ഷ്യവസ്തുക്കളുടെ കിറ്റുകൾ വിതരണം ചെയ്യുക, സ്ത്രീകൾക്ക് സാരി വ്യാപകമായിട്ട് വിതരണം നടത്തുക എന്ന് തുടങ്ങി മാതൃകാ പെരുമാറ്റച്ചട്ടത്തെ നഗ്നമായി ലംഘിച്ചു പണത്തിന്റെ വലിയ കുത്തൊഴുക്കാണ് അവിടെയും നടന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിന്റെ പേരിൽ BJP സ്ഥാനാർത്ഥി സ്വന്തം ചിഹ്നത്തിൽ നോട്ടീസ് അടിച്ച് വോട്ട് തേടുന്നു. ഇത് അതീവ ഗുരുതരമായ ചട്ടലംഘനമാണ്. ഇതിനെതിരെ പരാതികളുമായി മുന്നോട്ട് പോകും. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംസ്കാരം BJP ഇവിടെ കൊണ്ടുവരുന്നത് ഇന്ന് മാത്രമല്ല നാളുകളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കാൻ പോകും. ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന നിസ്സംഗത വെടിഞ്ഞ് ഇലക്ഷൻ സുതാര്യമായി നടത്താൻ ആവശ്യമായ കാര്യം നാട്ടിക മണ്ഡലത്തിലടക്കം ഉണ്ടാവണം. ഈ നുണപ്രചാരണങ്ങൾ കൊണ്ട് മണ്ഡലത്തിൽ LDFന്റെ മുന്നേറ്റം തടയാൻ കഴിയില്ലെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KP സന്ദീപ്, പ്രസിഡന്റ് ദിനകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. മണലൂർ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രംഗത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJPയെ വിജയിപ്പിക്കാൻ 8 കോടി രൂപ പ്രതാപൻ കൈപ്പറ്റിയെന്ന് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PA ഫിറോസ്. രാവിലെ കോൺഗ്രസും രാത്രിയിൽ BJPയുമായ പ്രതാപൻ തനി തട്ടിപ്പുകാരനാണെന്നും ഫിറോസ് ആരോപിച്ചു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതാപനെതിരെ ഫിറോസ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. പ്രതാപൻ BJPയുമായി നടത്തിയ ഇടപെടലാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. വോട്ട് മറിച്ചു നൽകിയതിന് 8 കോടി വാങ്ങി വിതരണം ചെയ്തു. മകന്റെ കാറിലാണ് പണം കൊണ്ടു നടന്നതെന്നും ഫിറോസ് ആരോപിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിപ്പിക്കുന്നതിന് വേണ്ടി 8 കോടി രൂപയാണ് നാട്ടികയിലും മണലൂരിലും വിതരണത്തിന് വേണ്ടി സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നും BJPയുടെ കയ്യിൽ കൈപ്പറ്റി TM പ്രതാപൻ വിതരണം. ഇത് കൊണ്ടുവന്നത് TM പ്രതാപന്റെ മകന്റെ വാഹനത്തിലാണ് കൊണ്ടുവന്നത്. നിങ്ങൾ ആശിക്കുന്നതാണെന്ന് നിങ്ങൾ അറിയേണ്ടിയിരിക്കണം. കാലത്ത് കോൺഗ്രസും വൈകുന്നേരം BJPയുമാണ്
മണലൂരിൽ വിജയമുറപ്പിക്കാൻ ഈ തിരഞ്ഞെടുപ്പിലും BJPയുമായി പ്രതാപന് ഡീലുണ്ട്. മണലൂരിന് പകരം ഗുരുവായൂർ മണ്ഡലത്തിൽ BJPക്കായി വോട്ട് മറിക്കാനാണ് ധാരണ. പ്രതാപൻ ജയിക്കണമെന്ന ആഗ്രഹം ഗോപാലകൃഷ്ണൻ അതിന് ഗുരുവായൂരില് തിരിച്ച് സഹായിച്ചാണ് പ്രതാപൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂരില് റഷീദിനെ തോൽപ്പിച്ച് അവിടെ ഒരു BJPയുടെ MLA ഞാൻ നിനക്ക് തരാമെന്ന് TM പ്രതാപൻ ഉറപ്പുണ്ടായത് ഗോപാലകൃഷ്ണൻ. എന്നാൽ മണലൂരിൽ LDF സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് ജയിക്കുമെന്നും ഫിറോസ് പറഞ്ഞു. പ്രതാപനെ പോലുള്ള ഒരു ഫ്രോഡ് തോൽക്കേണ്ടത് തൃശ്ശൂരിന് ആവശ്യമാണ്. തട്ടിപ്പുകാരൻ രാത്രി BJP നടക്കുന്ന ആള് കോൺഗ്രസിന് പാടില്ല. പ്രതാപന് നിരവധി ബിനാമി ഇടപാടുകളുണ്ട്. നാട്ടിലും പുറത്തുമായ റിസോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട്. പാർട്ടിയെ ചതിച്ച പ്രതാപൻ മണലൂരിൽ തോൽക്കണമെന്ന ആഗ്രഹക്കാരനാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് എന്നും പറഞ്ഞ ഫിറോസ് ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ കേസ് കൊടുക്കാൻ പ്രതാപനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ കോൺഗ്രസ് വേദികളിൽ പറഞ്ഞാൽ ഒരു നടപടികളും ഉണ്ടായില്ല. അതുകൊണ്ടാണ് CPM ഓഫീസിൽ എത്തിയതെന്നായിരുന്നു ഫിറോസിന്റെ വാദം. TCV. ചാലക്കുടിയിൽ ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ആക്രമണത്തിൽ പാപ്പാന് പരിക്കേറ്റു. ശ്രീകോവിലിന്റെ മേൽക്കൂര തകർത്തു. രണ്ടാം പാപ്പാൻ ജിഷ്ണുവിനെ പരിക്കുകളോടെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി മരത്തോമ്പിള്ളി ഭരതക്ഷേത്രത്തിലായിരുന്നു സംഭവം. സമീപത്തെ മരത്തോമ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എത്തിച്ചതായിരുന്നു ആനയെ. വയലൂർ പരമേശ്വരൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ഭരതസ്വാമി ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് തളച്ചിരുന്ന ആനയെ ശീവേലിക്കായി കൊണ്ടുപോകാൻ എത്തിയതാണ് പാപ്പാന്മാർ. കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ ഓടിമാറിയെങ്കിലും രണ്ടാം പാപ്പാൻ ജിഷ്ണുവിന് ആനയുടെ കുത്തേറ്റു. കാലിലാണ് പരിക്കേറ്റത്. തുടർന്ന് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്ന കൊമ്പൻ ശ്രീകോവിലിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർത്തു. കൽവിളക്കും മറിച്ചിട്ടു. ചുവരിലെ വൈദ്യുതി സ്വിച്ച് ബോർഡ് വലിച്ചിടുന്നതിനിടെ സമീപത്തുണ്ടായിരുന്നവർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. വിവരമറിഞ്ഞ് ചാലക്കുടി പോലീസും എലിഫന്റ് സ്ക്വാഡും സ്ഥലത്തെത്തി ആനയെ തളച്ചു. സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിനെത്തിയ ചാലക്കുടി പ്രസ് ക്ലബിലെ ജെക്സിനെ ആന തൊഴിലാളി സംഘത്തിലെ ചിലർ തടഞ്ഞുവെച്ചു. ദേഹോദ്പദ്രവം ഏൽപ്പിച്ചു. ഇത് സംബന്ധിച്ച് പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ ചാലക്കുടി ഡിവൈഎസ്പിക്ക് പരാതി നൽകി. മതപ്പാടുള്ള ആനയാണ് ഇതെന്ന് പറയുന്നു. തൃശൂർ ജയ ബേക്കറി ജംഗ്ഷനിൽ നിർത്തിയിട്ട കാറിൽ നിന്നും ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് 9 ലക്ഷം പിടികൂടി. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണം പിടികൂടിയത്. പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ഫറൂഖ് ഫ്രൂട്ട്സ് ഹോൾസെയിൽ ഡീലറായ കാളത്തോട് സ്വദേശി ഫാറൂഖ്, കൃഷ്ണപുരം സ്വദേശി ഷാജി എന്നിവരെ ചോദ്യം ചെയ്തു. കടയിലെ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെയുള്ള കച്ചവടം ചെയ്തതിന്റെ രൂപയാണിതെന്ന് പറയുന്നു. പിടിച്ചെടുത്ത പണം ട്രഷറിയിലേക്ക് മാറ്റി. ഒല്ലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോ ആവേശമായി. കുരിയച്ചിറ സെന്ററിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റും UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത് തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു. കുട്ടനല്ലൂർ സെന്ററിൽ റോഡ് ഷോ സമാപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റുമാരായ വിജയകുമാർ, റിസൻ വർഗീസ്, ഡേവിസ് ചക്കാലക്കൽ, ഹരീഷ് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ വെങ്കിടങ്ങിൽ പര്യടനം നടത്തി. QR കോഡ് സഹിതമുള്ള വോട്ടഭ്യർത്ഥനയുമാണ് പര്യടനം. മണ്ഡലത്തിലെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളിലെ പ്രമുഖരെയും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. ഇടവേള. വാർത്തയിലേക്ക്. UDF തോളൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും പറപ്പൂരിൽ നടന്നു. AICC ജനറൽ സെക്രട്ടറി സഞ്ജയ് ദത്ത് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തു. തോളൂർ മണ്ഡലം UDF ചെയർമാൻ KJ പോൾസൺ അധ്യക്ഷത വഹിച്ചു. മുൻ MLA അനിലക്കര, തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, അഭിലാഷ് പ്രഭാകർ തുടങ്ങിയവർ സംസാരിച്ചു.
LDFന് കേരളത്തിലെ ജനങ്ങളുമായാണ് ഡീലുള്ളതെന്ന് CPI കേന്ദ്ര കമ്മിറ്റി അംഗം ആനി രാജ. കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എറിയാട് നടന്ന തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. RSSന് പിന്തുണ നൽകുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് ആനി രാജ കുറ്റപ്പെടുത്തി. ഇടതു ഭരണത്തിനെതിരെ പ്രതിപക്ഷത്തിന് ഒന്നും പറയാനില്ലാത്ത തെരഞ്ഞെടുപ്പാണിതെന്നും അവർ പറഞ്ഞു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, KS ജയ, KV രാജേഷ്, KP രാജൻ, KA ഹഫ്സ്ഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ എൻ്റെ ഒരാളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയൊട്ടാകെ കോൺഗ്രസ് തിരിച്ചുവരികയാണെന്നും അതിന്റെ ലക്ഷണങ്ങൾ കേരളത്തിലും വരും നാളുകളിൽ വ്യക്തമാകുമെന്നും തെലങ്കാന മന്ത്രിയും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനുമായ മുഹമ്മദ് അസ്ഹറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കുടുംബയോഗം വാടാനപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. അക്ബർ സിദ്ദിഖ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, അസ്ഗർ അലി തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. With him, I am hoping and praying that he will win this election. But I think there's so many. LDF പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പെരിഞ്ഞനം സെന്ററിൽ നടന്ന പൊതുയോഗം CPI കേന്ദ്ര കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി PA സുധീർ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK വത്സരാജ്, നേതാക്കളായ PK ചന്ദ്രശേഖരൻ, TP രഘുനാഥ്, TK സുധീഷ്, സായിദ മുത്തുക്കോയ തങ്ങൾ, TK രാജു, TK രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. LDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി നടത്തി. ചന്ദ്രാപ്പിനി മേഖലയിൽ നിന്നുള്ള റാലി എടത്തുരുത്തി പുളിഞ്ചോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PK ഷാജു അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK വത്സരാജ്, നേതാക്കളായ KV രാജേഷ്, മുഹമ്മദ് ചമക്കാല, VK ജ്യോതിപ്രകാശ്, മഞ്ജുള അരുണൻ, AV സതീഷ്, ഷീന വിശ്വൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ബിജു എസ് ചിറയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രഭാത സവാരി നടത്തി. കലാഭവൻ മണി പാർക്കിൽ നിന്ന് ആരംഭിച്ച പ്രഭാത നടത്തം റെയിൽവേ സ്റ്റേഷന് സമീപം സമാപിച്ചു. LDF പ്രവർത്തകർക്ക് പുറമെ കായിക താരങ്ങളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. അനിൽ പുളിക്കൽ, VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, KA ഷൌക്കത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തിരുവില്ലാമലയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥി UR പ്രദീപ്, CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സോമനാരായണൻ, കേരള കോൺഗ്രസ് M നേതാവ് ലിജിൻ ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. നേതാവ് സോമരാജനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുളിയെടുത്ത് കൊടുക്കാൻ പോയ സുരേഷ് കോൺഗ്രസ്, അങ്ങനെ കുറെ ആളുകളുണ്ട്. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ദേവിയുടെ പഞ്ചലോഹ ഗോളകയുടെയും തിടമ്പിന്റെയും ഗ്രാമപ്രദക്ഷിണ ജാഥയ്ക്ക് കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെയും താലത്തിന്റെയും അകമ്പടിയോടെ സ്വീകരണം നടത്തിയത്. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഗോപിനാഥ്, കുതിരവേല കമ്മിറ്റി ഭാരവാഹികളായ TR ചന്ദ്രൻ, KS വേലായുധൻ, ചന്ദ്രൻ തേറുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 12-ന് രാവിലെ ക്ഷേത്രം തന്ത്രി കീമുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗോളക സമർപ്പണം നടത്തും. കയ്പമംഗലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തരണനേലൂർ പടിഞ്ഞാറേമനം പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രസാദൂട്ടുണ്ടായിരിക്കും. ഈ മാസം 11-നാണ് ഉത്സവം.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വന്നിടിവ്. പവന് 1320 രൂപയും ഗ്രാമിന് 165 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഉയർന്നു നിന്ന വിലയിൽ ഉണ്ടായ ഈ മാറ്റം ആഭരണ പ്രേമികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കേരളത്തിൽ ഇന്ന് 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,670 രൂപയാണ്. പവന് 1,09,360 രൂപ നൽകണം. ഗുരുവായൂർ ചാമുണ്ടേശ്വരി നളന്ദ കാളിയൻസും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രദേശവാസികൾക്കായി മികച്ച നേത്ര ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഴ്ച വൈകല്യങ്ങൾ, തിമിരം, ഗ്ലോക്കോമ തുടങ്ങിയവ കണ്ടെത്തുന്നതിനായുള്ള അത്യാധുനിക പരിശോധനകൾ ക്യാമ്പിൽ സൗജന്യമായി നടത്തി. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റലിലെ പ്രശസ്തരായ ഒപ്റ്റോമെട്രിസ്റ്റുകളും മെഡിക്കൽ സംഘവുമാണ് രോഗികളെ പരിശോധിച്ചത്. ശസ്ത്രക്രിയയും കൂടുതൽ ചികിത്സയോ ആവശ്യമുള്ളവർക്ക് പ്രത്യേക ഇളവുകളോടെയുള്ള നിർദ്ദേശങ്ങളും ക്യാമ്പിൽ നൽകി. നളന്ദ കാളിയൻസ് ഭാരവാഹികളായ കെ എ മോഹൻ, എ കെ ബാബു, രാജീവ് ചീരോത്ത്, കെ കെ അനീഷ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 7, 8, 9 തീയതികളിലാണ് തിരുനാൾ. ബ്രദർ അനൽ ചാലക്കൽ, ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് കൺവീനർമാരായ ജോജു ഫ്രാൻസിസ്, ബൈജു പുലിക്കോട്ടിൽ, കൈകാര്യന്മാരായ ജോസഫ് പാലയൂർ, സി എ മാഗി എന്നിവർ നേതൃത്വം നൽകി. ആളൂർ പൊരുന്നങ്കുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ, അന്നദാനം, കാഴ്ചശീവേലി എന്നിവയുണ്ടായി. മേളത്തിന് എസ്.എൻ. പുരം ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി. ക്ഷേത്രം തന്ത്രി ശ്രീകാന്ത് ഭട്ടതിരി, മേൽശാന്തി തപോവനം അനൂപ് ശർമ്മ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മൂന്നുമുറി ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. വിവിധ സെറ്റുകളുടെ അഭിഷേകം, ദേശക്കാവടി ആഘോഷം എന്നിവ നടന്നു. മേൽശാന്തി കുട്ടൻ എരിയക്കാടൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഇനി വാണിജ്യം. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ബ്യൂട്ടി കെയർ കേന്ദ്രമായ ഡിഫറൻസ് ബ്യൂട്ടി സ്റ്റുഡിയോ തൃശൂർ പാട്ടരായ്ക്കലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ബ്യൂട്ടി സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു. ബ്രൈഡൽ ആൻഡ് ഗ്രൂം മേക്കപ്പ് സർവീസ്, വിവിധ സ്കിൻ കെയർ സേവനങ്ങൾ, ഹെയർ ട്രീറ്റ്മെന്റുകൾ, ആധുനിക രീതിയിലുള്ള ഹെയർ കട്ട് തുടങ്ങിയ സമഗ്രമായ ബ്യൂട്ടി കെയർ സേവനങ്ങളാണ് ഡിഫറൻസ് ബ്യൂട്ടി സ്റ്റുഡിയോ ഒരുക്കിയിട്ടുള്ളത്. പുതിയ ട്രെൻഡുകൾ അനുസരിച്ചുള്ള പ്രൊഫഷണൽ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് സ്റ്റുഡിയോയുടെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9847207232 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,670 രൂപ, പവന് 1,09,360 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തിരഞ്ഞെടുപ്പ് പരസ്യപ്രചരണത്തിന് നാളെ കൊട്ടിക്കലാശം. ജില്ലയിൽ പരസ്യപ്രചാരണം അതിരുവിടാതിരിക്കാൻ കനത്ത ജാഗ്രതയിൽ പോലീസ്. പ്രചരണം കൊഴുപ്പിക്കാൻ നേതാക്കൾ രംഗത്ത്.
വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണ ആരോപണത്തിൽ വ്യാപാരിക്കെതിരെയും കിറ്റ് ഓർഡർ ചെയ്ത ആൾക്കുമെതിരെ കേസെടുത്ത് പോലീസ്. ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് കേസെടുത്തത്. വീണ്ടും വിവാദ പ്രസ്താവനയുമായി ഗുരുവായൂർ നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. ഏങ്ങണ്ടിയൂരിലെ പ്രശസ്ത ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ തറവാട്ടിലേക്കുള്ള വഴിക്ക് ടിപ്പു സുൽത്താന്റെ പേര് നൽകിയത് അംഗീകരിക്കാനാവില്ലെന്ന് ഗോപാലകൃഷ്ണൻ. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ LDF ജില്ലാ കമ്മിറ്റി. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന BJPയെ അനുകൂലിക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PA ഫിറോസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ കോടികൾ കൈപ്പറ്റിയതായി PA ഫിറോസ്. ചാലക്കുടിയിൽ ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന ആനയിടഞ്ഞു. ആക്രമണത്തിൽ പാപ്പാന് പരിക്കേറ്റു. ശ്രീകോവിലിന്റെ മേൽക്കൂര തകർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.